ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂടി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. സിന്ദൂർ ഓപ്പറേഷൻ അതാണിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ഇന്ന് രാവിലെ ന്യൂസ് കണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ മൊബൈലിൽ നോക്കുമ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു വാർത്തയാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച ആ ഒരു വാർത്ത, സിന്ദൂർ ഓപ്പറേഷൻ. അപ്പോൾ ബുധനാഴ്ച പുലർച്ചെ 1:45 കൂടിയാണ് ആക്രമണങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പാകിസ്ഥാനിലും അതോടൊപ്പം പാക് അധീനത കാശ്മീരിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 24 മിസൈലുകൾ തൊടുത്തുവെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ ഏകദേശം 70ഓളം ഭീകരർ കൊല്ലപ്പെടുകയും 60ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യ 600 ഭീകരരെയാണ് ടാർഗറ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് വളരെയധികം ഹാപ്പിനെസ് ആണ് മനസ്സിൽ തോന്നിയത്. കാരണം പഹൽഗാം അറ്റാക്കിൽ 26 പേരോളമാണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് പ്രതികാരം എന്ന് വേണം ഇപ്പോൾ ഭീകരരെ കൊന്നൊടുക്കിയ ഈ ഒരു കാര്യം എന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വളരെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ തരുന്ന ഒരു കാര്യമാണെന്ന് പറയാം. ഏതായാലും ലോകരാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ വിലയിരുത്തലുകളുമൊക്കെ എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡൻ്റായ ട്രംപ് പറഞ്ഞത് ഇത് പ്രതീക്ഷ തന്നെയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു എന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചതും ആ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിലും ചൈന, അതായത് നമ്മുടെ ശത്രുവും പാകിസ്ഥാൻ്റെ കൂട്ടുകാരനും പാകിസ്ഥാൻ്റെ സുഹൃത്തുമായി ചൈന പറഞ്ഞത് ദൗർഭാഗ്യകരമായി പോയി എന്നാണ്. അതോടൊപ്പം UAEയും അതോടൊപ്പം UN ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള അഭിപ്രായങ്ങളാണ്, അങ്ങനത്തെ അഭിപ്രായങ്ങളാണ് കൂടുതലും വന്നത്. ഏതായാലും വിവിധ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്നൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്നത്. ഏതായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടന്ന ടൈമിലാണ് നമ്മൾ അടിച്ചതും. അത് തന്നെയാണ് അത്രയും പേരെ നമുക്ക് വകവരുത്താൻ സാധിച്ചതും. ഏതായാലും ഇങ്ങനെയൊരു അറ്റാക്ക് ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷ കാണത്തില്ല. എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് ചുട്ട മറുപടി എണ്ണ തിരിച്ചടിച്ചാൽ ഇനിയും ആക്രമിക്കുമെന്നാണ് ഇന്ത്യയുടെ മറുപടി. ഒട്ടും വിട്ടുകൊടുക്കാൻ ഇന്ത്യയും തയ്യാറല്ല. ഏതായാലും പഹൽഗാം ആക്രമണമുണ്ടായി 15 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അതുവരെയുള്ള കരുതിക്കൂട്ടി ലൊക്കേഷനുകളൊക്കെ ട്രേഡ് ചെയ്ത് കറക്റ്റായിട്ട് അടിക്കുകയായിരുന്നു. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ആക്രമണം ഉണ്ടായത്. അതായത് ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ അവരുടെ ഭീകരവാദികളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതും അറ്റാക്ക് നടത്തിയതും അത്രയും പേരെ കൊന്നൊടുക്കിയതും. ഏതായാലും ഇപ്പോഴിതാ ആദ്യം ഉക്രൈൻ, റഷ്യ, പിന്നെ ഇസ്രായേൽ, പാലസ്തീൻ, ആ ഒരു പ്രശ്നം, ഇസ്രായേൽ, പാലസ്തീൻ, ലെബനൻ, യമൻ, അങ്ങനെ ഒരു വിഷയങ്ങൾ. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അങ്ങനെ ലോകം ഒരു ഇതിലൂടെ ഓരോ ഇത് തീരുമ്പോൾ അടുത്തടുത്ത പുതിയ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ രാജ്യങ്ങൾ ശത്രുക്കളായി മാറുന്നു. അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഓൾറെഡി പണ്ടുതൊട്ടേ ഉള്ളതാണ്. പുതിയ അല്ലെങ്കിൽ യുദ്ധങ്ങളിലേക്കൊക്കെ വഴി മാറുന്നു. ഏതായാലും ഇനിയും ചൈനയുടെ ഒക്കെ പിന്തുണയുള്ളത് കൊണ്ട് ഇനി എങ്ങനെയാകും പാകിസ്ഥാൻ തിരിച്ചടിക്കുക എന്നറിയില്ല. അടിക്കാനാണ് പ്ലാനെങ്കിൽ വീണ്ടും അത് വളരെ കനത്ത പ്രകടനത്തിലേക്കൊക്കെ പോകും. നമ്മളും തിരിച്ചടിക്കും. വീണ്ടും വലിയ വിഷയങ്ങളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും സിന്ദൂർ ഓപ്പറേഷൻ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ തോന്നിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.